ഗായ്സ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മുടെ വ്ളോഗല്ല, ഇന്ന് ആരുടെ വ്ളോഗാണ്? ഇന്ന് അമ്പൂട്ടിന്റെ വ്ളോഗാണ്. അമ്പൂട്ടിന്റെ ഡേ ഇൻ മൈ ലൈഫാണ് സുഹൃത്തുക്കളെ. അപ്പൊ എല്ലാവരും ചോദിച്ചിട്ടാണ് അമ്പൂന്റെ ഒരു ദിവസത്തെ റൊട്ടീൻ ഇല്ല, ഇന്നത്തെ ഫുൾ ഡേ. സത്യം പറഞ്ഞാൽ നമ്മൾ കുഞ്ഞും നമ്മൾ 3 പേരും കൂടി ഫേസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ കാര്യം നോക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കാതെ നമ്മൾ സമയം കണ്ടെത്തണം. അതിലാണ് ടാസ്ക്. ചില ദിവസങ്ങളിൽ അതിന് ടൈം കിട്ടത്തില്ല. ഇപ്പൊ അവന് വാക്സിൻ എടുത്തിട്ട് 3 ദിവസം, എത്ര ദിവസമായി? ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അവന് ഇന്നലെയും പാരസെറ്റമോളിന്റെ എന്നും കൊടുക്കണം. 3 ദിവസം കൊടുക്കാനാ പറഞ്ഞു തരുന്നത്. പിന്നെ 6 മണിക്കൂർ ഇടവിട്ടാ ഞാൻ 3-ാമത്തെ ദിവസം ഞാൻ 12 മണിക്കൂർ ഇടവിട്ട് 2 വട്ടം കൊടുക്കാറുണ്ട്, ചൂടും പനിയൊന്നും ഇല്ലാത്തത് കൊണ്ട്. അപ്പം അങ്ങനെയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇന്നിപ്പം തല നനയ്ക്കുന്നില്ല, ഇന്നവന് തന്നെ ദേഹം മാത്രം. ഇന്നലെ ഞാൻ കുളിപ്പിച്ചിട്ടേ ഇല്ല, തുടച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇന്ന് നമുക്ക് ദേഹം മാത്രം ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അവന്റെ കാര്യം നോക്കിയിട്ട് നമ്മളെ ജോലിയും മറ്റു കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വൻ ടാസ്ക് ആണ്. ഇത്രയും വീട് മെയിൻറ്റെയിൻ ചെയ്യണം, അത് തൂക്കണം. കാരണം ഒന്നാമത് വെള്ള ടൈലാണ്. 2 ദിവസം തൂക്കായിരുന്നാലേ മൊത്തം പൊടിയാണ്. 2 അല്ല, ഒരു ദിവസം. ഇപ്പൊ മുടി ഒരെണ്ണം വീണാ പോലും. അതെ, ഈ വെള്ള ടൈല് എടുക്കുന്ന ടാസ്ക് ആണ്. കാരണം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളത് വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു വീട്ടിന്റെ ഒരു ഇതങ്ങ് പോകും. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട് ക്ലീൻ ചെയ്യാൻ. വീട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വേണം വീഡിയോ കുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ബ്ലോഗ് ചെയ്തെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ. അങ്ങനെ ബിസി ആയിട്ടുള്ള ദിവസങ്ങളാണ്. നിന്ന് തീരെ സമയമില്ലാത്ത. എവിടെ ചൊതുക്കി അങ്ങ് കൊണ്ടുപോകും. എന്റെ സൈഡിലോട്ട് അധികം വരത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ കിടക്കുന്നേ, ഇവിടെ കിടക്കുന്നത് പാല് കുടിക്കാൻ ചരിഞ്ഞ ശീലമായി പോയത്. 2 വട്ടം രാത്രി. ഇന്നലെ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞാൽ 4 മണിക്കാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് 2 വട്ടം ഞാൻ എടുത്ത് അങ്ങോട്ട് കിടത്തി. അതുപോലെ അമ്പൂട്ടൻ ഇങ്ങനെ കിടത്തിയപ്പോ അമ്പൂട്ട് 360 ആംഗിളിൽ കറങ്ങും. ഇങ്ങനെ നമുക്കിപ്പോ കിടത്തിയിട്ട് പോകാൻ പേടിയാണ്. കാരണം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അനങ്ങാതെ കിടക്കും. 2 തലകണ വെച്ച് കഴിഞ്ഞാൽ കിടക്കുമായിരുന്നു. തലകണ വെച്ചാൽ ഇപ്പോഴും കിടക്കും. എന്നാൽ പോലും നമ്മൾ സോഫയിലൊക്കെ അറിയാതെ കൊണ്ട് കിടത്തിട്ട് ഇപ്പൊ പോകത്തില്ല. കാരണം അവൻ കറങ്ങും, ഇപ്പൊ കറങ്ങും. ഇല്ല, തലച്ചക്രം കറങ്ങുന്നത്. ഇപ്പൊ ആങ്കുച്ചല്ലേ, ഇച്ചിരി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇച്ചിരി സ്ലോ ആവും. അല്ല, അവന് സമയമായി വരുന്നല്ലേ ഉള്ളൂ. രാവിലെ വൈറ്റമിൻ D3 ഞാൻ പക്ഷെ കുളിച്ചു കഴിഞ്ഞ് കൊടുക്കും. വൈറ്റമിൻ D3 കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടേ കൊടുക്കും. അത് അവനൊരു ശീലമായേ. അവനറിയാം കുളിപ്പിച്ച് കൊണ്ടുവന്നാ പിന്നെ തന്നെ ഞൊണഞ്ഞിറങ്ങും. കാരണം ആ സമയം കിട്ടുമെന്ന് അവനറിയാം. അതൊരു മധുരമുള്ളതാ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവന്റെ എല്ലാ മരുന്നും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇന്നലെ അവന് കൊടുത്തിരിക്കുന്ന പാരസെറ്റമോളിന്റെ സിറപ്പ് എന്റെ ഇങ്ങനെ വാവറൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കേ. ഞാൻ ടെസ്റ്ററാ. ഞാൻ അവൻ തിന്നുന്നത് അവന് കയ്പ്. അത് ഭയങ്കര മടിയാ. പക്ഷെ വൈറ്റമിൻ D3 നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ കൊച്ചുങ്ങളാ? ഭയങ്കര ടേസ്റ്റാ. നല്ല മധുരമാണ് ഗൈസ്. അത് പൈനാപ്പിൾ ഫ്ലേവറാ. അത് ഇല്ലടാ, നിന്റെ മരുന്ന് അച്ഛൻ കുടിച്ചിട്ടുണ്ട്. നിന്റെ മരുന്ന് ഞാൻ കുടിക്കും. നീ എന്തോ ഈ വയറും പൊക്കി പിടിച്ചിട്ടുണ്ടോ? അപ്പൊ അമ്പൂട്ടനെ കുളിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ എന്റെ ഹെയർ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഇപ്പൊ പോസ്റ്റ് പാർട്ടം ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞത് കൊണ്ട് എന്റെ മുടി കൊഴിയുന്നതിന് ഒരു കൈയും കണക്കും ഇല്ല കേട്ടോ. അതിന് കാരണം ഇപ്പൊ എന്നിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, അതുപോലെ തന്നെ രാത്രി ഉറക്കമില്ലാത്തയും. വേറൊരു കാരണം എന്താ വെച്ചാൽ അവൻ എപ്പൊ ഗ്ലൗസ് ഇട്ട് കൊടുത്തില്ലേ അപ്പൊ എന്റെ മുടി പിടിച്ച് വലിക്കും. അവന്റെ കയ്യിൽ ഒരു 10 മുടിയെങ്കിലും കാണും. അപ്പൊ എന്റെ ഈ ഒരു ഹെയർ ഫാളിനെ പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിച്ച ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് നമ്മുടെ മാമ എർത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫാൾ ഷാമ്പൂവും കണ്ടീഷണറും. ഇതിൽ റോസ്മേരി മെത്തിഡ് തന്നെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പരിധി വരെ നമ്മുടെ ഹെയർ ഫാളും ബ്രേക്കേജും ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് മേഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, കൂടാതെ എല്ലാ സ്കിൻ ടൈപ്പിനും ആപ്റ്റ് ആണ്. ഇത് നമ്മുടെ ഹെയർ ഫാളിൽ 93% വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന റോസ്മേരി മെത്തിഡനെയും നമ്മുടെ ഹെയറിനെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആക്കുകയും തിക്ക് ആക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ മാമ എർത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫാൾ ഷാമ്പൂവും കണ്ടീഷണറും ടോക്സിൻ ഫ്രീ ആണ്, സേഫ് ആണ്, അതുപോലെ തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാണ് മേക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് വന്നിട്ടുണ്ട്. ഇതാനായിട്ട് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമായിരിക്കും. ആ ഒരു ഹെയറിന്റെ ഒരു സ്മൂത്ത്നെസ് വന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ മാമ എർത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫാൾ ഷാമ്പൂ കണ്ടീഷണറും നമുക്ക് ഹെയർ ഫാൾ കൺട്രോൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഹെയറും തരും. ഇതിൽ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല. നമ്മുടെ ഹെയർ ഫോളിൽ നാച്ചുറൽ ആയിട്ടുള്ള റെസ്പേർട്ട് ആണ് ഈ ഷാമ്പൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോസ്റ്റ് പാർട്ടത്തിൽ ഹെയർ ഫാൾ ഒക്കെ ഫേസ് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ലൊരു സൊല്യൂഷൻ തന്നെ ആയിരിക്കും. ബിക്കോസ് എ സ്ട്രോങ് മം ഡിസേർവ് എ സ്ട്രോങ് ഹെയർ. അപ്പൊ നിങ്ങൾ മാമ എർത്തിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അവരെ അറിയിക്കുന്നുണ്ടെങ്കിൽ അവർ പുതിയ റിസർച്ചിലൂടെ അവരുടെ പ്രോഡക്ട്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ മാമ എർത്തിന്റെ പ്രോഡക്ട്സ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പർപ്പിളും അതുപോലെ തന്നെ നിയർ ബൈ സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. കൂടാതെ ഞങ്ങൾ കോഡായ പ്രവീൺ 2025 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാമ എർത്തിന്റെ വെബ്സൈറ്റിലും ആപ്പിലും നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. വിളിക്കാൻ പോവുകയാണ്. നാക്കെടുത്ത് അകത്തറ
ഇവന്തിരി കുറച്ച് ദിവസം കൊണ്ടേ ശരിയാക്കും. ഇത് പണ്ടൊരു നടമ്പാഴ അഭിനയിച്ചാണ്. നിന്റെ ഉടുപ്പ് ഊഴാൻ അട്ടം നിന്റെ ബോഡിയൊക്കെ ഒന്ന് കാണട്ടെ. ഇടട്ടവനെ അങ്ങോട്ട് എന്റെ ബാലഗോപാലനെ എന്നിട്ട് പിടിക്കുമ്പം പാടരി. അതെ അവിടുത്തെ ബട്ടൺ സൂരിടം ഇന്ന് പുതിയ ആളെ കുളിപ്പിക്കാൻ. നീ ഉമ്മ വെച്ചതിനെക്കാട്ടി കൂടുതൽ ഞാനായിരിക്കും ഉമ്മ വെച്ചിട്ടുള്ളൂ. ഞാൻ ലിപ്സ്റ്റിക് ഇട്ട പിന്നെ മൂക്കത്തില്ല. റൗണ്ട് 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 മൂക്ക് പിരിച്ചു വരണം, മൂക്ക് പിരിച്ചു വരണം. തല ഉരുട്ടത്തില്ലേ? തല ഉരുട്ട കയ്യിൽ മസാജ് ചെയ്യണം. സെക്കൻഡ് റൗണ്ട് അടയ്ക്കടോ എക്സസൈസ്. അടയ്ക്കടോ തൊടണോ, കൈ പൊക്കണം, കൈ വെക്കണം, കൈ വെക്കണം. അപ്പ അമ്മ കാച്ചി തരുന്നതേക്കും. കൈ വെക്കണം, കൈ പൊക്കണം, കൈ പൊക്കണം, കൈ പൊക്കണം, കൈ പൊക്കണം, കൈ പൊക്കണം. എടാ 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 ബല പിടിച്ചില്ലേ? കൈ പൊക്കണം. അത് ഇഷ്ടമാണോ കേട്ടോ? കാലിന്റെ അടിയിൽ മസാജ് ചെയ്യണം. സത്യം പറഞ്ഞല്ലേ ചില സമയം ഇങ്ങനെ കരയിച്ചൂടെ, അവൻ കരയുന്ന കാണാൻ ക്യൂട്ടാ. അവൻ കരഞ്ഞാലും ഞാൻ ചിരിക്കും, അവൻ കരയുമ്പോ ഞാൻ ചിരിക്കും. മൂക്ക് തോർത്തണം, ചെവി തോർത്തണം, ഈ കഴുത്തിന്റെ ഒക്കെ ഇടയുണ്ടല്ലോ അവിടെ എല്ലാം തുടച്ചണം. ഇതാണ് കേട്ടോ മരുന്ന്, വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കുളിച്ചിട്ട് വന്ന ഉടനെ നമ്മൾ കൊടുക്കും. അവൻ അറിയാതെ ചിലപ്പോ ഇത് കിട്ടാൻ വേണ്ടി അവൻ കരയും. എനിക്ക് പുതിയ ആധാർ കിട്ടി ഇല്ലേ മൃദുലെ? പുതിയ ആധാർ ഏട്ടന് കിട്ടി, എനിക്ക് ശരിയായില്ല. മൃദുലയുടെ റിജക്റ്റ് ആയി. അത് കറുത്ത ഫോട്ടോ ഇട്ടോണ്ട് ആധാറിന് ഫോട്ടോ എടുക്കുകയും ചെയ്യില്ല, സൈൻ ചെയ്യുന്നത് അതില് വന്നില്ലെങ്കിൽ അവര് റിജക്ട് ചെയ്ത് കൊടുക്കും. കറുത്ത ഡ്രസ് ഇട്ട് ആരും പോവരുത്, കറുത്ത ഡ്രസ് ഇട്ട് കഴിഞ്ഞ് റിജക്ട് ആവും. പിന്നെ പഴയ ഫോട്ടോയും കൊണ്ടും പോവരുത്, ഇപ്പോഴത്തെ ഫോട്ടോ 6 മാസം മുമ്പ് എടുത്ത മൃദുല വിറ്റായിരുന്നു കേട്ടാ. ഡോക്ടറെ കാണാൻ പോയി, ഡിഗ്രിക്ക് പഠിച്ചുള്ള ഫോട്ടോ 5 വർഷം ഡോക്ടർ കണ്ടിട്ട് ഇത് ആരാന്ന് ഇത് എന്തെടുത്ത ഫോട്ടോ എടുത്തോണ്ട് പോവച്ചേന്ന്. പുതിയ ഫോട്ടോ എടുത്തോണ്ട് വരാൻ ഇനി ഒന്നേത് മെനക്കേടാണ് അത്. വേറെ ഫോട്ടോ എടുത്ത് ഒരു ദിവസത്തെ മെനക്കേടായിരുന്നു അന്നത്തെ. അത് ഇനി ഒന്നും കൂടി ഓടേണ്ടി വരും. എന്റെ കറക്റ്റായി കേട്ടോ, എന്റെ കറക്റ്റായി ചെയ്താൽ. കാരണം നമുക്ക് ആധാർ അത് നമ്മുടെ അഡ്രസ്സിലോട്ട് മാറ്റിയാൽ മാത്രം പുതിയ അഡ്രസ്സ് ആയാലും നമുക്ക് ഗ്യാസ് കണക്ഷൻ, KCB അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് കറക്റ്റ് നമ്മളെ വീട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അഡ്രസ്സിലുള്ള ഒരു പ്രൂഫ് വേണം കേസ്. അപ്പൊ അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പോഴും നമ്മൾ ഗ്യാസ് കണക്ഷൻ പ്രൈവറ്റ് ആയിട്ടാണ് എടുത്തോണ്ടിരിക്കണം. ഇപ്പം ഒരു കുറ്റി എടുത്തിട്ടുള്ളൂ, ഇപ്പൊ രണ്ടാമത്തെ കുറ്റി നമ്മൾ എടുത്ത്. അപ്പം അത് ഭയങ്കര നഷ്ടമാണ്. അതായത് 1300 രൂപയാണ് പ്രൈവറ്റില്, 800 രൂപ, 900 രൂപ. മറ്റേത് 1000 ആണോ? 900, 1000 ഇല്ലെന്നോ, 900 എന്തേ ഉള്ളൂ. നമ്മളിപ്പോ നേരെ ചന്തയിൽ പോവാണ് സുഹൃത്തുക്കളെ. ചന്തയിൽ പോവാന്ന് ചിരിക്കുന്നുണ്ടാ. ഇനി അവൻ ആധാർ എടുക്കണോ? അവനെ ആധാർ, പാസ്പോർട്ട് എല്ലാം എടുക്കണം. മധുരക്കിഴങ്ങ് 100 രൂപയുടെ മലക്കറിയാണ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് എത്ര മലക്കറിയാട്ടാ? 50 രൂപയുടെ. കറക്റ്റ് തൂക്കം കേട്ടാ, കറക്റ്റ് 1 കിലോ. മലക്കറിക്കട എന്തിനുണ്ടോ പണ്ട്? ഇപ്പൊ നമ്മള് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ മൃദുലെ കാറി ഇരുത്തി കേട്ടോ. പിന്നീട് അങ്ങ് ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു, അവിടെ പിന്നെ കാറി ഇരുത്തി. ഞങ്ങളെ ഇതേ കടന്നോളാം. എങ്ങനെ ഇരിക്കുന്നു? നമുക്ക് ഇത് മതിയാ? ബാഗ് വേണ്ടേ? ഇത് ഇഷ്ടപ്പെട്ടാ? അല്ല കുറച്ചുകൂടെ നാവണം, തല ഉറക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. ആദ്യമായിട്ടായിരിക്കും കരഞ്ഞത്, പക്ഷെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അത് ഉണ്ടെങ്കിൽ ഭയങ്കര യൂസാ. വെച്ചിട്ട് നമുക്ക് കൈ ഫ്രീ ആവും. ഇത് ചെറിയൊരു ആരെടുത്ത കാര്യം പറയുന്നത്? ചേച്ചിയോടോ? ആരോട് കാര്യം പറയുന്നേ? ഇവിടെ നോക്കടാ, നോക്കേട്ടാ. കളിപ്പാട്ടം നോക്കടാ, കളിപ്പാട്ടമല്ല നോക്കുന്ന. ഇങ്ങോട്ട് നോക്കടാ.
ഏട്ടാ അമ്മൂട്ടാ സമ്പൂട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിം ആട്ടോ ഇത്. ആ കവർ കിലുങ്ങുന്ന വേറെ ഒന്നുമല്ല, ആ കവർ കിലുങ്ങുന്ന കേൾക്കാൻ വേണ്ടിട്ട് അവൻ വീണ്ടും വീണ്ടും ചവിട്ടും. ചവിട്ടാൻ പോ. ആ അങ്ങനെ തന്നെ. എങ്ങനെ ചവിട്ടുന്നത്? ഓ ആനുള്ള ആരോഗ്യം മൊത്തം എടുത്താ ചവിട്ടുന്നത്. ചവിട്ടുന്നതിന്റെ സന്തോഷം കൂടെ വെക്കാം. തന്നെ കാര്യം പറയുന്നത് നീ ആരോടാ കാര്യം പറയുന്നത്? അമ്മു അമ്മയും കൂടെ വരട്ടെ, അമ്മയും കൂടെ വരട്ടെ. കൊടുമ്പതിട അമ്മയ്ക്ക്. അമ്മ ആരും എടുത്തില്ലേലും കുഴപ്പമില്ല, ഞാനിപ്പോ അടുക്കളയിൽ ജോലി ചെയ്താലും അവ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കട്ടിലേൽ ഇങ്ങനെ തന്നെ കാര്യവും പറഞ്ഞുകൊണ്ട് തന്നെ കിടന്നോളൂ. ഇത് കഴിഞ്ഞാൽ ബോറടിക്കും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ബോറടിക്കും. പക്ഷെ ഒരു അരമണിക്കൂറൊക്കെ എങ്ങനെ തന്നെ കിടന്നോളൂ, കളിച്ചുകൊണ്ട് കിടന്നോളൂ. എന്നെ തള്ളിക്കളയുന്നു. അയ്യോ വടിഞ്ഞു വീണേ ഞങ്ങള്. ഞാൻ പുറത്തു പോയി വണ്ടി കഴുകി. ഞങ്ങളിവിടെ ഭയങ്കര കളിയൊക്കെയായിരുന്നു. ഞാൻ പോയി കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ. അപ്പൊ നമ്മൾ പോയി അപ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടെ ഡ്രസ്സൊക്കെ മാറി ചുണ്ടര കുട്ടപ്പനായി. ഉറങ്ങി എഴുന്നേറ്റ് പാല് കുടിച്ചിട്ട് അമ്മയും മോനും ഉറങ്ങിയോ? ഞാൻ ഉറങ്ങിയില്ല, ഞാൻ ഇച്ചിരി ജോലി ഉണ്ടായിരുന്നു. നിന്റെ അമ്മ ഉറങ്ങിയോ നിന്റെ കൂടെ? നിന്റെ അമ്മ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ടോ. അമ്മ അടങ്ങിയില്ല, അമ്മ അടങ്ങിയില്ല. ഞാൻ ഉറങ്ങിയെന്നമ്മ ചെടികളുള്ള വിളക്ക് കത്തിച്ച് ജോലി ചെയ്യുന്നു. അയലയൊക്കെ വെച്ചായിരുന്നു, അമ്മ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിച്ചു. വൈകിട്ട് ഉച്ചയ്ക്ക് കുറച്ചു നേരം കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് പിന്നെ വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ കുറച്ചു നേരം മാനം നോക്കി വൈകിട്ട് ആക്റ്റീവ് ആണ്. വൈകിട്ട് ഒരു 6 മണി 5 മണി 4 മണി ആ ടൈമിലൊക്കെ ഭയങ്കര ആക്റ്റീവാ, ചിരിയും കളിയും ബഹളമാണ്. വാക്സിൻ എടുത്ത് 2-3 ദിവസം പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ അവൻ ഓക്കെയാണ്. അവനെ മാനേജ് ചെയ്യാൻ അങ്ങനെ ഒരു പാടൊന്നുമില്ല. ആദ്യത്തെ 3 മാസമേ ഉള്ളൂ ഗൈസ് പിള്ളേരെ ഇച്ചിരി മാനേജ് ചെയ്യാൻ പാട്. ഇനി അങ്ങോട്ട് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഈ എല്ലാരും പറയണം, ഓടാറാവുമ്പോഴും നടക്കാറാവുമ്പോഴും ഒക്കെ പിടിച്ചാൽ കിട്ടൂല, ഉത്തരത്തിന്റെ മുകളിലും എവിടാന്ന് വെച്ചാൽ അറിയത്തില്ലെന്നാണ് പറയാറുള്ളത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എടുത്തു വെച്ചാൽ അവ ഇരുന്നോളും. പക്ഷെ എനിക്ക് സത്യം പറയാല്ലേ, കുഞ്ഞുങ്ങൾ അങ്ങനെ പെട്ടെന്ന് വളർന്നു പോകുന്നത്. ഞാൻ എപ്പോഴും പറയടി, ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അമ്മക്ക് ഇനി അങ്ങനെ എടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ലൈക്ക് എടുക്കാം അങ്ങനല്ല, ഇപ്പൊ അടങ്ങി നമ്മളെ കയ്യിലിരിക്കും. ഇത്തിരി കൂടി ആകുമ്പോൾ ഞൂന്നിറങ്ങി പോവോ അവന് മടുക്കുമ്പോ. ഇപ്പൊ തന്നെ ഇനി 1 മാസം കൂടെ അവന് ചോറ് കൊടുക്കാൻ. സത്യം ആ കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിന് മുന്നേ കൊടുക്കണ്ടേ, 6 മാസം തികഞ്ഞതിന് മുന്നേ കൊടുക്കണം. അപ്പൊ എങ്ങനെ പോയാലും അടുത്ത മാസം ചോറ് കൊടുക്കണം. അപ്പൊ പെട്ടെന്ന് പിന്നെ ഞാനുള്ള കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞടി, പെട്ടെന്ന് അങ്ങനെ വളരണ്ടായിരുന്നു, പതുക്കെ പതുക്കെ വളർന്നാൽ കുറച്ചും കൂടി പിന്നത്തേക്കാക്കാം. പക്ഷെ ഈ ഒരു സ്റ്റേജ് നമ്മളൊന്ന് കുഞ്ചി കഴിഞ്ഞില്ല, കഴിഞ്ഞില്ല, പെട്ടെന്ന് വളർന്നു പോയല്ലേ, കൊഞ്ചിച്ച കൊതി തീനില്ല, പെട്ടെന്ന് വളർന്നു പോയല്ലേ. പക്ഷെ കമന്ന് വീണം, സമയത്തിന് കമന്ന് വീണം, എഴുന്നേറ്റിരിക്കണം. അപ്പൊ വിഷമോ അമ്മയൊക്കെ പറയും. സാധാരണ പിള്ളേരൊക്കെ പിന്നെ ആൺപിള്ളേർ കുറച്ച് സ്ലോലിയാണ്, എന്നാലും 4 മാസത്തിലൊക്കെ പെൺപിള്ളേർ പെട്ടെന്ന് അങ്ങനെ പറയുന്നത്. നേരെ തിരിച്ചു പോവാ എന്തോ അറിയില്ല. ആൺപിള്ളേരെല്ലാം ചെയ്യാൻ പതിയെ പതിയെ താമസിക്കും. കമരും ഇത്രയും വരെ മറിയുവേ, ഇത്രയും വരെ മറിയും. പക്ഷെ ശ്രമിക്കും, മൊത്തത്തോടെ കമ്മന്ന് വീഴാറായി. ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് എടുത്ത് അപ്പം പറയും. നമ്മള് കുഞ്ഞിന്റെ തുണി മാത്രമേ ഇട്ട് വാഷ് ചെയ്തുള്ളൂ, നമ്മുടെ തുണി ഒന്നും ഇടത്തില്ല കേട്ടോ. ഒന്നും കഴുകണ്ട, ഒരു 2-3 ദിവസം കൂടുമ്പോ കഴിയും. അതുപോലെ നമുക്ക് ഇതിനകത്തൊരു പ്രീസെറ്റ് ഉണ്ട് ബേബിയുടെ, പെട്ടെന്ന് നമ്മൾ അറിയാതെ കഴുകി കമന്റ് വന്നു. അതിൽ പിന്നെ നമ്മള് അല്ലാത്തത് കഴുകിയിട്ടേ ഇല്ല. നമ്മളെ ഗൈഡൻസ് നിങ്ങളാ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഡിറ്റർജന്റ് കൊണ്ടുവന്ന് ഞാൻ നിങ്ങളെ കമന്റ് ചെയ്തപ്പോഴാണ് സത്യം. ഈ കുനിയണോ അല്ലേ ഇവിടെ കിടന്ന് ഇങ്ങനെ? കുഴപ്പമില്ല.
പക്ഷെ എന്നാൽ എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാട്ടോ. നല്ല കുഞ്ഞാണോ? ഞാൻ ചെയ്തോളാം. താണ്ട് ഇത് ഞാൻ ബൾക്കിയിട്ട നമ്മുടെ തുണി എഴുതുന്നത്. കുഞ്ഞിൻ്റെത് ബേബി വെയർ 1 മണിക്കൂറും 49 മിനിറ്റും ഉണ്ട്. ജസ്റ്റ് സ്റ്റീം ചെയ്തൂടെ വരും. ചൂടാ കുഞ്ഞിന്റെ തുണി ലാസ്റ്റ്. ഞാൻ വിചാരിച്ച കൈസ് ഇത് വെക്കുമ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ടും കൂടുമെന്ന്. കാരണം അത്ര ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ അതായത് ഇപ്പോൾ ഒരു എ സി പറഞ്ഞേ ഉള്ളൂ. പക്ഷെ നമ്മൾ എ സി ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതേ ഉള്ളൂ. പിന്നെ ടി വി ബാക്കി കാര്യങ്ങളെല്ലാം കൂടിയൊക്കെ എന്നാലും നമുക്കൊരു 2000 രൂപ 2000 രൂപയാണ്. കഴിഞ്ഞ മാസം 1000 സംതിങ് ഉള്ളായിരുന്നു. ഈ മാസം 2 മാസത്തെ വന്നതാണ് 2000 വന്നുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ലൈറ്റ് ഒക്കെ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പിന്നെ സ്റ്റുഡിയോ ലൈറ്റ് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ നല്ല കറണ്ട് ചാർജ് നമ്മൾ ഓരോന്ന് കുത്തിയിടുന്നത് ടി വി എല്ലാം കൊണ്ട് കുഴപ്പമില്ല. 2000 കുഴപ്പമില്ല. ഞാൻ ഇതിന് ഭയങ്കര കറണ്ട് ചാർജ് ആവത്തില്ല കേട്ടോ. ഈ സാധനം കൊള്ളാം. എന്തൊക്കെയാണ് കഴിക്കാനായിട്ട്? ചോറ്, ചമ്മന്തിപ്പൊടി, അച്ചാറ്, പയർ മെഴുക്കുവരട്ടി, മീൻ വറുത്തത്, പുളിശ്ശേരി, മീൻകറി, പുളിമുളക്, അയല. ഇത് മാത്രമല്ല എന്റെ ബാക്കി എല്ലാം ആണോ? ഒഴിക്കട്ടെ. അമ്മ തോന്നിയിരിക്കുന്നു. നമ്മൾ എത്ര നാളായി ഒന്നിച്ചിരുന്ന ആഹാരം കഴിച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ദാ വരുന്നമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞു. നമ്മൾ ഒന്നിച്ചിരുന്ന ആഹാരം കുഴപ്പമില്ല കൈ. സത്യം പറഞ്ഞ അമ്മ വരുന്നെങ്കിൽ മാത്രമാണ് നമ്മൾ അപൂർവമായി ഒന്നിച്ചിരുന്ന ആഹാരം കഴിക്കാറ്. വീട്ടില് ഈ ഫേവറേറ്റ്സ് ആണ് കേട്ടോ. ഇത് എത്ര ഉണ്ടെങ്കിലും കഴിച്ചു. സൂപ്പർ. ഈ കറി ടേസ്റ്റ് മാങ്ങാപ്പുളിയോ? അങ്കമാലി മാങ്ങക്കറിയാണോ? നല്ല പുളിയാണോ? കൊള്ളാം. ഇനി നമ്മള് തറയിൽ കിടക്കും. അവിടെ കിടന്നോ? ചൂടെടുക്കുന്നില്ല അവന്. സ്പൈഡർമാൻ സ്പൈഡർമാൻ കറങ്ങണ നോക്കി. അച്ഛൻ സ്വർണ്ണമാണ് ഇത്. മറച്ചു വെച്ചേക്കുന്ന കേട്ടോ. ഞാൻ പിടിക്കാറി അങ്ങോട്ട് മാറ്റിയാണ്. മാറ്റടാ. അല്ല ഇനി വേറെ അപ്പർ സൈഡ് പിടിച്ചാണ്. അപ്പർ സൈഡ് എന്തുവാ? രാത്രി മൃദുലയുടെ പരിപാടി ഇതാണ് കേട്ടോ. ഒരു ലൈറ്റ് മ്യൂസിക്കും വെച്ചു കൊടുക്കും. അത് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് കട്ടാക്കിയതാ. ഇൻഫന്റ് മ്യൂസിക് എന്ന് പറഞ്ഞ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക് ഉണ്ട്. ഇങ്ങനെ കിടന്ന് എപ്പോഴെങ്കിലും കുറവും കേട്ടോ. ഇപ്പൊ ഇങ്ങനെ എടുത്തോണ്ട് എടുക്കണം ഒരു നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ അനങ്ങാതെ ഇങ്ങനെ കിടക്കണം. നമ്മളോട് സംസാരിക്കുന്നത് കേട്ട് മൃദുല ഇങ്ങനെ തന്നെ പറയും. ഇപ്പൊ ലൈറ്റ് കാണണമെന്നൊന്നുമില്ല. പിന്നെ ഈ കിലുക്ക് കളിപ്പാട്ടൊക്കെ കേട്ടാ അതിന്റെ കേട്ടോണ്ട് ഈ മ്യൂസിക് കിട്ട് ആളങ്ങനെ കിടന്നോളൂ. ഇല്ലേ അമ്പൂട്ടാ? നെയ്ബർ ഒരു അണ്ണനെ കുഞ്ഞിനെ കണ്ടിട്ട് ഓടി മുട്ടയടിച്ചു വന്നേ. ഇല്ല അവന് അത്രയും മുടിയുള്ളൂ. അവന് മുടി ഉണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ 1 മാസം ആയപ്പോൾ പിക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നല്ല മുടി ഉണ്ടായിരുന്നു. ഈ
ഇതിങ്ങനെ തലയിൽ മാച്ച് എന്നെന്തോ പറയല്ലോ, അത് വന്ന് അതിന്റെ കൂടെ അങ്ങ് പൊഴിഞ്ഞു പോയി. ഇളകി പോകുമ്പോ ആ ഒരു സെറ്റ് ഇളകുമ്പോ ഒരു 10-12 മുടി അതിന്റെ കൂടെ പക്ഷെ ഇവന്റെ നമ്മളെ റൂം നിറച്ച് കഴിച്ച് എവന്റെ മുടിയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ ഹെയർ ആണോ ഇങ്ങനെ പൊഴിയുന്നത്, പക്ഷെ അല്ല, എവന്റെ മുടിയായിരുന്നു പൊഴിയുന്നത്. അത് മൊത്തം സെറ്റ് പൊഴിഞ്ഞു പോയിട്ട് പുതിയത് കിളിച്ച് വരുന്നുണ്ട്. ഈ മുടി വളരാനുള്ള ടിപ്സ് വല്ലതും ഉണ്ട്? താനെ കിളിക്കൂലേ? ടിപ്സ് ഒന്നുമില്ല, താനെ വിളിച്ചോളൂ. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാ. ഞാനിപ്പോ ഫോർമുല മിൽക്കൊന്നും കൊടുക്കുന്നില്ല അവന്, ഇതുവരെ കൊടുത്തിട്ടുമില്ല. അന്ന് ആ ഹോസ്പിറ്റലിന്റെ ടൈമിലെങ്ങാണ്ട് ഒരിത്തിരി അവരെന്തോ ആവശ്യത്തിന് വേണ്ടി കൊടുത്തല്ലാതെ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ വേറൊന്നും. പിന്നെ വൈറ്റമിൻ D3 മരുന്ന്, പിന്നെ ഈ ഇഞ്ചക്ഷൻ വാക്സിൻ എടുക്കുന്ന സമയത്തുള്ള പാരസെറ്റമോൾ സിറപ്പ്. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. നേരത്തെയൊക്കെ ഗ്യാസിന്റെ പ്രശ്നം വന്നാൽ ഭയങ്കര കരച്ചിലായിരുമ്പോ കോളിക്കേട് കൊടുക്കും. അത് കൊടുത്താൽ സഡൻ റിലീഫാ. കൊടുത്തിച്ചിരി കഴിയുമ്പോഴത്തേക്കും ഗ്യാസും പ്രശ്നമൊക്കെ പോകും. അതുകൊണ്ട് ഈ ഇവിടെ ഒരു വരയുണ്ട്, ആ ഒരു വരയുണ്ട്. ഇവിടുത്തെ ഈ ഒരു വെട്ടുമുണ്ട്. പിന്നെ ഇടത്തെ സൈഡിലൊരു ഞൊളക്കുഴിയുണ്ട്. ഒറ്റ സൈഡിലുള്ള ഇടത്തെ സൈഡിൽ എനിക്കും ഉണ്ട്, അവനും ഉണ്ട്. അമ്പൂട്ടന്റെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു സുഹൃത്തുക്കളെ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ അമ്പൂട്ടന്റെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മിനിതലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. എന്തുവായത്? എന്തുവായത്? വീട് കളിക്കുന്ന